പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല, ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്. പരസ്പര സമ്മതമാണെങ്കിൽ കുഴപ്പമില്ല എന്ന ആശയം പ്രചരിപ്പിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അത് വിശ്വസിക്കുന്ന ആളാണ് എൻ്റെ പിതാവ് എന്ന് ഈ മകൾ ചിന്തിച്ചാൽ ഈ മകൾക്ക് പിതാവിൻ്റെ അടുത്ത് സുരക്ഷിതമായി വരാൻ സാധിക്കുമോ? ഫാമിലി ഫെസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബെൻസിക് മിരാൻഡ. കുടുംബജീവിതത്തെ തകർത്ത് താറുമാറാക്കുന്ന വളരെ ഗൗരവമായൊരു വിഷയവുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. നിരീശ്വരവാദവും ലൈംഗിക സ്വാതന്ത്ര്യവും. ഈ നിരീശ്വരവാദം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ദൈവം ഇല്ല എന്നും ദൈവത്തിന് നിയമങ്ങളില്ല എന്നും നിയമങ്ങൾ അനുസരിക്കേണ്ടതില്ല എന്നും പ്രമാണങ്ങൾ അനുസരിക്കേണ്ടതില്ല എന്നും ഒക്കെ ദൈവവുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും സമൂഹത്തിലില്ല, അത് മനുഷ്യൻ്റെ കേവലം ഒരു ചിന്താ വിശ്വാസം മാത്രമാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ നിരീശ്വരവാദികൾ. അപ്പോൾ ഇവരുടെ ആശയങ്ങൾ പലതും കേട്ടാൽ ശരിയെന്ന് തോന്നുമെങ്കിലും ഇവർ കുടുംബജീവിതത്തെ സാരമായി ബാധിക്കുന്ന രീതിയിലുള്ള ആശയങ്ങൾ പറഞ്ഞു വരുത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണ് ഫാമിലി ഫസ്റ്റ് എന്നുള്ള നമ്മുടെ ചാനലിലും ഇവരെക്കുറിച്ചുള്ള ഒരു ടോക്ക് വേണം എന്ന് ചിന്തിച്ചത്. സ്കൂളുകളിലും കോളേജുകളിലും മോട്ടിവേഷൻ ക്ലാസ്സുകൾ എടുക്കുകയും കുടുംബങ്ങളുടെ ശാക്തീകരണത്തിനായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ചാനലാണ് നമ്മുടെ ഫാമിലി ഫസ്റ്റ്. കൗമാര യൗവനക്കാരുടെ ഇടയിൽ ലൈംഗിക സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ആശയം വളരെ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവരുടെ ഇടയിൽ ഉണ്ടായ ഒരു ചർച്ചയും അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചില ചോദ്യങ്ങളും ക്ലാസ് എടുക്കാൻ പോയപ്പോൾ എൻ്റെ അടുക്കൽ വന്നു. അപ്പോൾ ഈ ചോദ്യങ്ങളുമായി വന്ന വിദ്യാർത്ഥികളെ സൗഹൃദപൂർവ്വം സമീപിച്ചപ്പോഴാണ് മനസ്സിലായത്, നിരീശ്വരവാദവുമായി ബന്ധപ്പെട്ട് അവർക്ക് കിട്ടിയ ചില ചിന്താഗതികളാണ്. നിരീശ്വരവാദികൾ ഒരുമിച്ച് കൂടുന്ന, വർഷത്തിലൊന്ന് മാത്രം ഒരുമിച്ച് കൂടുന്ന അവരുടെ ചില പ്രോഗ്രാമുകളുണ്ട്. അത്തരം പ്രോഗ്രാമുകളിൽ സ്പെഷ്യൽ ഗസ്റ്റായിട്ട് വിളിച്ച ഒരു വ്യക്തിയുടെ വീഡിയോ ആദ്യം ഇവിടെ കാണിക്കാം. സ്വതന്ത്ര ലൈംഗികത നമ്മുടെ പാർട്ടാണ്. സ്വതന്ത്രത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്താഗതിയുടെ ഒരു പാർട്ടാണ് സ്വതന്ത്ര ലൈംഗികത. അല്ലാതെ അതിനു വേണ്ടിയിട്ടല്ല ഇവിടെ കൊടിയും പിടിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷെ അത് ഒരു പാർട്ടാണ്. നമ്മൾ ലൈംഗികതയെ കാണുന്നത് മ്യൂച്വൽ കൺസെന്റിന്റെ അടിസ്ഥാനത്തിലാണ്. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല, ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്. ലൈംഗികതയെക്കുറിച്ചും ലൈംഗിക ധാരണകളെക്കുറിച്ചും പൊതുജനങ്ങളുടെ മുൻപിൽ കേരളം പോലുള്ള മലയാളികളായിട്ടുള്ള പ്രബുദ്ധരായിട്ടുള്ള ചിന്തിക്കാൻ കഴിവുള്ള ശരിയായ സംസ്കാരം എന്നും മുറുകെ പിടിക്കുന്ന കുടുംബങ്ങളുടെ ഇടയിൽ ഇത്തരമൊരു പോസ്റ്റ് അല്ലെങ്കിൽ ഇത്തരമൊരു പ്രസംഗം നടത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ ഉള്ള ഗൗരവം എന്താണെന്ന് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കാറില്ല. ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പരസ്പര ധാരണയോടുകൂടെ ഒരു സ്ത്രീക്കും പുരുഷനും ലൈംഗിക ബന്ധത്തിൽ തുടരുന്നതിന് കുഴപ്പമില്ല എന്നാണ് ഇവരുടെ സംഘടന, അതായത് നിരീശ്വരവാദവും അതുപോലെ തന്നെ അങ്ങനെയുള്ള ചിന്താഗതിക്കാരുടെ സംഘടനകൾ വിശ്വസിക്കുന്നത്. എന്നാൽ അതിൻ്റെ കൂടെ അദ്ദേഹം എടുത്തു പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല, ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്. അതായത് ഒരു കുടുംബത്തിലെ തന്നെ പിതാവിനും മകൾക്കും, അല്ലെങ്കിൽ സഹോദരനും സഹോദരിക്കും, അല്ലെങ്കിൽ മകനും അമ്മയ്ക്കും പോലും ഇത്തരത്തിലുള്ള ലൈംഗിക വൈകൃതങ്ങളിലേക്ക് പോകുന്നതിന് തടസ്സമില്ല, അത് അനുവദനീയമാണ് എന്ന ആശയത്തിലാണ് ഇദ്ദേഹം ആ വീഡിയോയിൽ പറയുന്നത്. ഒന്നുകൂടെ നമുക്ക് ആ വീഡിയോ കേൾക്കാം. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല, ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്. പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല, ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്. സമൂഹത്തിൻ്റെ ഇടയിൽ വളരെ ഗൗരവമായ രീതിയിൽ കുടുംബങ്ങളെയും വ്യക്തിജീവിതങ്ങളെയും ബന്ധങ്ങളെയും തകർക്കുന്ന ഇത്തരത്തിലുള്ള ആശയങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഈ നിരീശ്വരവാദ സംഘടനകൾ വളരെ വ്യാപകമായ രീതിയിൽ ഈ വീഡിയോ പുറത്തിറങ്ങിയപ്പോൾ വിമർശനം നേരിട്ടു. അങ്ങനെ വിമർശനം നേരിട്ടപ്പോൾ ഈ വീഡിയോയിൽ പ്രസംഗിച്ച ആ വ്യക്തി ഇതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു. അത് ഇതിനേക്കാൾ വിചിത്രമാണ്, വൈകൃതമാണ്. നമുക്ക് അതുകൂടെ കേൾക്കാം. ഒരു വിനോദത്തിന് വേണ്ടിയിട്ട് മാത്രം സെക്സ് ആസ്വദിക്കുന്ന ഒരു കാര്യത്തെ മാത്രം നിർത്തിയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് ആ പ്രസന്റേഷൻ കാണുന്ന ആർക്കും മനസ്സിലാക്കാനുള്ളത്. അതായത് ലൈംഗികത എന്ന് പറയുന്നത് ഇത് കേവലം ഒരു വിനോദത്തിന് മാത്രമാണ്, ഒരു വ്യക്തിയുടെ ശരീരത്തിലുണ്ടാകുന്ന ഉന്മാദത്തെ തീർക്കാനായിട്ടുള്ള കേവലം ഒരു വിനോദം മാത്രമാണ് എന്നാണ് ഇദ്ദേഹം അവിടെ പറഞ്ഞു പരത്തുന്നത്, അല്ലെങ്കിൽ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത്. നല്ല സംസ്കാരവും നല്ല പൈതൃകങ്ങളും കേരളത്തിന് സംഭാവന ചെയ്ത നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഉൾപ്പെടുന്ന ആ ഒരു തലമുറ, അതിൽ നിന്നും ഉയർന്നു വന്ന ഈ തലമുറയെ ഇന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള
ഇത്തരം നിരീശ്വരവാദത്തിൻ്റെ ആശയങ്ങൾ ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് നിയമങ്ങളില്ല, തെറ്റുകളില്ല, ഒരാൾക്ക് എന്താണോ ശരിയാണെന്ന് അയാൾക്ക് തോന്നുന്നത് അത് അതുപോലെ ചെയ്യാം എന്ന ആശയത്തിലാണ്. ഇവിടെയാണ് കുടുംബജീവിതങ്ങൾ തകർന്നു പോകുവാനും വ്യക്തിബന്ധങ്ങൾ തകർന്നു പോകുവാനും സാധ്യതയുള്ളത്. ഈ ആശയത്തിൻ്റെ പിന്നിലെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കണം. പ്രിയ സ്നേഹിതരെ, താങ്കൾ ഒരു നിരീശ്വരവാദിയാണെങ്കിൽ താങ്കളുടെ മകൾ താങ്കളെക്കുറിച്ച് എന്തായിരിക്കും ചിന്തിക്കുന്നത്? വളരെ സ്നേഹത്തോടെ പിതാവിൻ്റെ സ്നേഹം കിട്ടും എന്ന ആശയത്തോടെ ഈ മകൾ പിതാവിനെ സമീപിക്കാൻ തുടങ്ങുമ്പോൾ പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്. പരസ്പര സമ്മതമാണെങ്കിൽ കുഴപ്പമില്ല എന്ന ആശയം പ്രചരിപ്പിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അത് വിശ്വസിക്കുന്ന ആളാണ് എൻ്റെ പിതാവ് എന്ന് ഈ മകൾ ചിന്തിച്ചാൽ ഈ മകൾക്ക് പിതാവിൻ്റെ അടുത്ത് സുരക്ഷിതമായി വരാൻ സാധിക്കുമോ? താങ്കൾ ഒരു നിരീശ്വരവാദിയായിരിക്കാം, പക്ഷേ താങ്കളുടെ സഹോദരി നിർമാല്യമായ സ്നേഹവുമായി താങ്കളുടെ അടുക്കലേക്ക് വരാനായിട്ട് മനസ്സ് കാണിക്കുമോ? പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്. അല്ല, താങ്കൾ ഒരു നിരീശ്വരവാദിയായിരിക്കുമ്പോൾ തന്നെ താങ്കളുടെ മാതാപിതാക്കന്മാർ, താങ്കളുടെ അമ്മ രാത്രി താമസിച്ച് വീട്ടിലേക്ക് വരുന്ന താങ്കളെ ഭവനത്തിലേക്ക്, വീട്ടിലേക്ക് വാതിൽ തുറന്ന് കയറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ ഈ അമ്മ, ഈ മകൻ്റെ ചിന്താഗതികൾ, ഈ മകൻ വിശ്വസിക്കുന്നതും ലൈംഗികതയെക്കുറിച്ച് ഇങ്ങനെയാണെങ്കിൽ ഈ അമ്മ ഈ മകനെ എങ്ങനെയാണ് സുരക്ഷിതമായി വീട്ടിലേക്ക് കയറ്റുന്നത്? പരസ്പര സമ്മതത്തോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല. ഈവൻ ഇൻ ഇൻസെസ്റ്റ് സെക്സ്. വീടുകളിൽ ഇന്ന് പുറത്തു പറയാൻ പറ്റാത്തതും പുറത്തു പറഞ്ഞാൽ നാണക്കേട് ഉണ്ടാകുന്നതുമായ, ഭയപ്പെടുത്തുന്നതുമായ പല വിഷയങ്ങൾ ലൈംഗിക വൈകൃതങ്ങളുമായി ബന്ധത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇവിടെയാണ് ഇതൊക്കെ പ്രചരിപ്പിക്കുന്ന ഇതിൻ്റെ പിന്നിലെ സംഘാടക സമിതികളായ, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിലെ ഈ സംഘാടകരുടെ ഹിഡൻ അജണ്ട എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കേവലം നിരീശ്വരവാദം എന്ന് പറയുമ്പോൾ ഈശ്വരനില്ല എന്ന് ചിന്തിച്ചോളൂ എന്ന് മാത്രമല്ല, ഈശ്വരനില്ലെങ്കിൽ നിയമങ്ങളില്ല, ഈശ്വരനില്ലെങ്കിൽ ദൈവമില്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങളില്ല, അപ്പോൾ തെറ്റുകളില്ല. മനുഷ്യൻ എന്ത് ചെയ്താലും ശരി തന്നെയാണ്. ഒരാൾക്ക് അയാൾക്ക് ഇഷ്ടമുള്ളതുപോലെ, ബോധിച്ചതുപോലെ എങ്ങനെയും ജീവിക്കാം ലൈംഗികതയുടെ കാര്യത്തിലും എന്നാണ് ഇവർ പറഞ്ഞു വരുത്തുന്നത്. സ്വതന്ത്ര ലൈംഗികത നമ്മുടെ പാർട്ടാണ്. സ്വതന്ത്രത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്താഗതിയുടെ ഒരു പാർട്ടാണ് സ്വതന്ത്ര ലൈംഗികത. മൃഗങ്ങൾക്ക് പോലും ഇത്തരം സ്വഭാവമുണ്ടോ എന്ന് സംശയം. അതായത് എൻ്റെ സ്നേഹിതരെ, നമ്മൾ വിശ്വസിക്കുന്നത്, നമ്മൾ അടിയുറച്ച് വിശ്വസിക്കുന്ന ദൈവം, ദൈവിക പ്രമാണം, ദൈവം കുടുംബത്തിന് നൽകിയിരിക്കുന്ന മൂല്യങ്ങൾ, കുടുംബ ബന്ധങ്ങൾക്ക് നൽകിയിരിക്കുന്ന മൂല്യങ്ങൾ, ഇത്തരം കാര്യങ്ങളെ തകർത്തെറിയുന്ന ഇത്തരത്തിലുള്ള നിരീശ്വരവാദത്തെ പ്രബുദ്ധരായ കേരള ജനങ്ങൾ, അല്ലെങ്കിൽ പ്രബുദ്ധരായ വിദ്യാഭ്യാസമുള്ള നാം ഒത്തൊരുമയോടുകൂടെ നിന്ന് ഇത്തരം കാര്യങ്ങളെ എതിർക്കുക തന്നെ വേണം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വരും തലമുറയെ ബാധിക്കുന്ന രീതിയിലുള്ള ലൈംഗിക വൈകൃതങ്ങളിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ തള്ളിവിട്ടിട്ട് ഒടുവിൽ അവസാനം മാനസിക വൈകല്യങ്ങളിലേക്ക് കുട്ടികൾ പോകാനുള്ള സാധ്യതയുണ്ട്. അതിൻ്റെ തെളിവുകളാണ് നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ ലൈംഗിക വൈകൃതങ്ങൾ വർദ്ധിക്കുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ നിരീശ്വരവാദം പോലുള്ള പ്രസ്ഥാനങ്ങൾക്ക് പങ്കുണ്ട് എന്ന് ഒരിക്കൽ കൂടെ പറയുകയാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവം തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ദൈവം നടത്തുന്ന വഴിയിലൂടെ ഒരാൾ പോകുമ്പോൾ അത് സമൂഹത്തിന് നന്മയെ ഉണ്ടാകത്തുള്ളൂ. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, വേദപുസ്തകം വിശ്വസിക്കുന്ന വ്യക്തിയാണ്. വേദപുസ്തകം വിഭാവന ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതത്തെ ശരിയായ രീതിയിൽ ആസ്വദിക്കുന്ന വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ നമ്മുടെ തലമുറകളിലേക്ക് ചെല്ലുമ്പോൾ വരും കാലഘട്ടങ്ങളിൽ നമ്മുടെ കുട്ടികൾ വളരെ കൺഫ്യൂസ്ഡ് ആയി പോകും എന്നുള്ളതുകൊണ്ട് നിരീശ്വരവാദത്തെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക, അതുപോലെ തന്നെ ഇത്തരം ചിന്താഗതികളുമായി മുന്നോട്ട് പോകുന്നവരെ ശരിയായി എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതും നമ്മുടെ കടമയാണ്. ഇത്തരത്തിൽ കുടുംബങ്ങളെ സ്വാധീനിക്കുന്ന, കുടുംബങ്ങളെ തകർക്കുന്ന, വ്യക്തിബന്ധങ്ങളെ തകർക്കുന്ന അനേക വിഷയങ്ങളുണ്ട്. ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ TV പ്രോഗ്രാമിലൂടെ കുടുംബ ബന്ധങ്ങളെയും ആരോഗ്യകരമായ സ്ത്രീ പുരുഷ ബന്ധത്തെയും സാരമായി ബാധിക്കുന്ന ഒരു പ്രോഗ്രാം നാം എല്ലാവരും നമ്മുടെ നാട്ടിൽ, ഇന്ത്യയിൽ പല ഭാഷകളിലുണ്ട്, കേരളത്തിലുമുണ്ട്. അത്തരമൊരു പ്രോഗ്രാം കുട്ടികളുടെ മാനസിക സ്ഥിതിയെയും കുട്ടികളുടെ ജെൻഡർ ഡിഫറൻസിനെയൊക്കെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് അടുത്തൊരു വീഡിയോയിൽ നാം കാണാൻ പോവുകയാണ്. ഏതാണ് പ്രോഗ്രാമെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം നാം വീണ്ടും കാണും വരെ ഗോഡ് ബി വിത്ത് യു ടിൽ വി മീറ്റ് അഗെയിൻ.